തകഴി ശിവശങ്കരപ്പിള്ള പൊയ്പ്പള്ളിക്കളത്തിൽ ശങ്കരക്കുറുപ്പിൻ്റെയും പടഹാരത്ത് അരീപ്പുറത്ത് വീട്ടിൽ പാർവതിയമ്മയുടെയും മകനായി 1912 ഏപ്രിൽ മാസം 17 ജനിച്ചു. ലോക ഭൂപടത്തിൽ തൻ്റെ കാൽപ്പാടുകൾ പതിപ്പിച്ച് കടന്നുപോയപ്പോൾ മലയാളത്തിന് ലഭിച്ച പൊൻകതിരുകൾക്ക് നൂറുമേനിയുടെ തിളക്കമുണ്ടായിരുന്നു. അവയോരോന്നും മാതൃഭാഷയുടെ പൈതൃക സമ്പത്തായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ കുട്ടനാടൻ മണ്ണിൻ്റെ ഹൃദയത്തിൽ. തകഴി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഓരോ സ്മൃതിരേഖകൾക്കും മുദ്രകൾക്കും പറയാനുണ്ട് വിസ്മയകരമായ കഥകൾ. കൊയ്ത്തുപാട്ടിൻ്റെ ഈണത്തോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം തകഴിയോടൊപ്പം. ഈ ഇന്നീ റോഡ് കാണുന്നത് തോടായിരുന്നു. ഇത് ഞാൻ കുളിച്ചുകൊണ്ടിരുന്ന കടവാണ് ഈ ഗേറ്റ്. അതുപോലെ എൻ്റെ കളം ഈ കിഴക്കുവശ കാണുന്ന ഗേറ്റ് ഇടക്കുവശമായിരുന്നു. അപ്പോൾ ഈ കെട്ടിടം പണിയുന്നതിനുള്ള കല്ലും മരവും ചരലും എല്ലാം വള്ളത്തിലാണ് ഇവിടെ ഇറക്കി. അങ്ങനെയാണ് ഈ കെട്ടിടം പാടുന്നത്. അന്ന് ഇതൊരു കാട്ടുപ്രദേശം പോലെ ഇരുന്നു. ധാരാളം വൃക്ഷങ്ങളും വലിയ ഉഗ്രമാവും ഒക്കെ ഉണ്ടായിരുന്നു. വെളുപ്പിനെ ഉണരുന്നത് പക്ഷികളുടെ ശബ്ദം കേട്ടാണ് ഞാൻ ആദ്യമായിട്ട്. ഇപ്പോൾ കാക്കയുണ്ട് ഇവിടെ, അല്ലാതെ ഒരു പക്ഷിയില്ല. ഞാൻ ആ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ പോയി. പക്ഷെ ജീവിത സൗകര്യം വർദ്ധിച്ച് ട്രെയിനായി, ടെലിഫോണുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും ആ ഗ്രാമ ലക്ഷ്മി ഇവിടെ നിന്ന് പോയി. വിശ്വസാഹിത്യകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഭവനം ഇന്ന് തകഴി മ്യൂസിയമാണ്. കേരള സർക്കാർ ഈ ഭവനം ഏറ്റെടുത്ത് ഒരു മ്യൂസിയം അതിൽ തയ്യാറാക്കുമ്പോൾ ഏറെ പ്രതീക്ഷകളോടെയാണ് സാഹിത്യ കൊതികളും സാഹിത്യ വിദ്യാർത്ഥികളും ശങ്കരമംഗലത്തെ കാണാൻ തുടങ്ങിയത്. എല്ലാം പൂർണ്ണമായില്ലെങ്കിൽ പോലും തകഴിച്ചേട്ടൻ്റെ എല്ലാ സാഹിത്യകൃതികളും, പ്രത്യേകിച്ച് അവ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തവ ഉൾപ്പെടെ ഈ ശങ്കരമംഗലത്തെ തകഴി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹം അവസാന കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, ഊന്നുവടി, എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേനകൾ എല്ലാം തന്നെ ഈ മ്യൂസിയത്തിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായ സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠം, തകഴി ശിവശങ്കരപ്പിള്ള അവർക്ക് ലഭ്യമായ ഈ ജ്ഞാനപീഠം പുരസ്കാരം ഈ മ്യൂസിയത്തിന് ഏറെ കാന്തി പകരുന്നു. കൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരം, അതിൻ്റെ എല്ലാം സാക്ഷ്യപത്രങ്ങൾ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. മ്യൂസിയം ഇപ്പോൾ കേരള സർക്കാർ ഒരു പൈതൃക മ്യൂസിയമാക്കി മാറ്റുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരള സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു പുതിയ മിഷൻ 676 എന്നുള്ള പദ്ധതിയിൽപ്പെടുത്തി ഈ പൈതൃക മ്യൂസിയം നിർമ്മിക്കുന്നതോടുകൂടി ഈ മ്യൂസിയത്തിൽ തകഴിച്ചേട്ടനെ മാത്രമല്ല കുട്ടനാടിൻ്റെയും കേരളത്തിൻ്റെയും തനത് സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലുള്ള പല ശില്പങ്ങളും പല രൂപങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കാനാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കറുകവരമ്പിലൂടെ അച്ഛൻ്റെ കൈപിടിച്ച് ലോക സാഹിത്യത്തിൻ്റെ നെറുകയിലേക്ക് തകഴി നടന്നു കയറിയത് ഈ നാട്ടുവഴിയിലൂടെയാണ്. കണ്ടതും കേട്ടതുമായ ഒരുപാട് കഥകളുടെ ഉള്ളറിഞ്ഞ് കൊയ്ത്തുപാട്ടും തേക്കുപാട്ടും കന്നും കലപ്പയും കർഷകന്റെ കരുത്തും വിയർപ്പും എല്ലാമടങ്ങിയ
കുട്ടനാടൻ മണ്ണ് തകഴിക്ക് പാതയമൊരുക്കുകയായിരുന്നു. തകഴിയെ കഥാകാരനാക്കുകയായിരുന്നു. കുട്ടനാടിന്റെ ഇതിഹാസകാരനാക്കുകയായിരുന്നു. 1934 തകഴിയുടെ പ്രിയപ്പെട്ട കാത്ത എന്ന കമലാക്ഷിയമ്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. തകഴി തന്റെ ആദ്യ നോവലായ ത്യാഗത്തിന്റെ പ്രതിഫലം പ്രസിദ്ധീകരിച്ചതും അതേ വർഷമാണ്. തിരുവനന്തപുരത്തെ അരിക്കച്ചവടക്കാരായ സ്ത്രീകളുടെ കഥ പറയുന്ന നോവലായിരുന്നു ത്യാഗത്തിന്റെ പ്രതിഫലം. ദേശീയ സ്വാതന്ത്ര്യ സമരം എല്ലാ എഴുത്തുകാരെ പോലെ തകഴിയെയും പുരോഗമന ചിന്താഗതിക്കാരനാക്കി. വെടിയച്ചകളോ വിലാപങ്ങളോ ഇല്ലാതെ തന്നെ യുദ്ധഭീകരതയെ പ്രതിപാദിക്കുന്ന കഥയായിരുന്നു തകഴിയുടെ പട്ടാളക്കാരൻ. ഗാന്ധിജിയുടെ അന്ത്യം എന്നൊരു പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ കഥയുണ്ട്. ആരും പരാമർശിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. അത് ഒരുപക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞു പോയ ഒരേ ഒരു നിരൂപകൻ മുണ്ടശ്ശേരി മാഷാണ്. ഗാന്ധിജിയുടെ അന്ത്യത്തിന് ശേഷം ഗാന്ധിജിയുടെ സബർമതിയിലേക്ക് ഒരു തീർത്ഥാടനത്തിന് പോകുന്ന രണ്ടുപേരിലൂടെയാണ് ആ കഥ വികസിക്കുന്നത്. അപ്പോൾ ആ കഥ അവിടെ വരുമ്പോൾ ആ കഥ അവസാനിക്കുന്നത് ഇന്ത്യ പാക് വിഭജനവുമായി ബന്ധപ്പെട്ട് അതിനെ രണ്ടായി വിഭജിച്ചതിൻ്റെ വേദന ഉള്ളിൽ പേറുന്ന രണ്ട് കഥാപാത്രങ്ങൾ ഗാന്ധിജിയുടെ വിരഹത്തിന് ശേഷം, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇനി എന്താണ് അനാഥമായി പോകുന്നു എന്ന ചിന്തയോടുകൂടി അവസാനിപ്പിക്കുന്ന ഒരു കഥ. നമ്മുടെ ദേശീയത, നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ രാജ്യസ്നേഹം, ദേശീയത, അഖണ്ഡത, അതുപോലെ തന്നെ ഒരു ഉദാത്ത രാജ്യസ്നേഹിയുടെ ചിത്രം തകഴിച്ചേട്ടൻ അതിൽ വരച്ചു വയ്ക്കുന്നുണ്ട്. അധ്വാനത്തിന്റെ വിയർപ്പ് തുള്ളി പുരണ്ട മണ്ണിൽ അഭിമാനത്തിന്റെ ഉപ്പ് തുടച്ചെടുത്ത് ആത്മഹർഷം കൊള്ളുന്ന കർഷകന് തന്റെ നഷ്ടപ്പെടുന്ന ഭൂമിയോർത്തുള്ള വ്യഥയാണ് കൃഷിക്കാരൻ എന്ന കഥ. കർഷകന് അവന്റെ മണ്ണ് ആത്മാവിൽ നിന്ന് വേർപെട്ടു നിൽക്കാത്ത ഒന്നാണ് എന്ന് കാണിച്ചു തരുന്നു. മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച ഈ തകഴിക്കഥ മനസ്സിനെ ഏറെ നൊമ്പരപ്പെടുത്തുന്നു. മാറ്റത്തിന്റെ കാറ്റുവീശി മാറിപ്പോകുന്ന കുട്ടനാടൻ വയലേലകളെ തകഴി തന്റെ അകക്കാഴ്ചയിൽ നേരത്തെ തന്നെ കണ്ടിരുന്നു. വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടു പോകുന്ന നായുടെ നിസ്സഹായാവസ്ഥയിലൂടെ വായനക്കാരെ പിടിച്ചുലച്ച ആവിഷ്കാര ശൈലിയായിരുന്നു മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച ചെറുകഥകളിൽ ഒന്നായ വെള്ളപ്പൊക്കത്തിൽ. മലയാളി വായനക്കാരൻ്റെ ആസ്വാദനക്ഷമതയ്ക്ക് ലഭിച്ച ഒരു സുവർണ മുദ്രയാണ് ഈ ചെറുകഥ. തകഴിയുടെ കഥാപ്രപഞ്ചം വ്യത്യസ്തത കൊണ്ടും വിപുലത കൊണ്ടും സമ്പന്നമാണ്. ഇന്നലെയുടെ കഥ, ഇന്നിൻ്റെയും നാളെയുടെയും കഥകൾ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ. 20 കഥാസമാഹാരങ്ങളിലായി ഏകദേശം 500ഓളം ചെറുകഥകൾ. തകഴിയുടെ മിക്ക നോവലുകളിലും സാമൂഹിക വിമർശനങ്ങളും പ്രേമം എന്ന മാനുഷിക വികാരത്തെ കാൽപ്പനിക ശോഭയിലൂടെ ഉയർത്തി മഹത്വത്തിലേക്ക് എത്തിച്ച് മഴവിൽ കാഴ്ചകൾ കാട്ടിത്തരും. സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ടവരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നു തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന നോവൽ. തൊടാനും തീണ്ടാനും പറ്റാത്ത വർഗം എന്ന നിലയിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന തോട്ടികളെ മോചിപ്പിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം എന്ന നിലയിലാണ് ആലപ്പുഴയിലെ പാണ്ടിനാട്ടുകാരായിരുന്ന തോട്ടികളുടെ ജീവിതകഥ പറയുന്നത്. കുട്ടനാടൻ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് സാമ്പത്തിക ഘടനയെ അതിശക്തമായി വിശകലനം ചെയ്യുകയാണ് രണ്ടിടങ്ങഴി എന്ന സാമൂഹിക നോവലിലൂടെ തകഴി. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ തത്വശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ശുഭാപ്തി വിശ്വാസമുള്ള പുത്തൻ തലമുറയുടെ പോരാട്ടമെന്ന നിലയിൽ മുന്നോട്ടു പോകുന്നു രണ്ടിടങ്ങഴി. തറ അശുദ്ധമായാൽ പാടത്ത് മടവീണ് കൃഷി നശിക്കുമെന്ന വിശ്വാസം സമൂഹത്തിൻ്റെ സദാചാരബോധത്തിൻ്റെ തലം എന്ന നിലയിൽ അവതരിപ്പിക്കുമ്പോൾ മിത്തുകളുടെ ഒരു പൊതു സ്വഭാവം രണ്ടിടങ്ങഴിയിലും ചെമ്മീനിലും കണ്ടെത്താൻ കഴിയും.
കേരളീയ സമൂഹത്തിൻ്റെ താഴ്ന്ന വിഭാഗങ്ങളിൽപ്പെട്ട ജനവർഗങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ് തകഴി കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. മലയാള നോവൽ സാഹിത്യത്തിലെ സാധാരണക്കാരുടെ ആദ്യ പ്രണയകഥയാണ് ചെമ്മീൻ. ലോകത്തിൽ ഇതുവരെ പറഞ്ഞുവെച്ച പ്രണയകഥകൾക്കപ്പുറം കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും പളനിയുടെയും കഥ പറയുന്ന ചെമ്മീൻ കടലിൻ്റെയും മുക്കുവരുടെയും ജീവിത കഥയാണ്. തകഴിയെ തകഴിയാക്കി തീർത്തത് തിരുവനന്തപുരത്തെ താമസമായിരുന്നു. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ചവിട്ടിയരയ്ക്കപ്പെടുന്ന മാനുഷിക മൂല്യങ്ങളുടെ കഥയാണ് ഏണിപ്പടികൾ. 60കളിലെ തിരുവനന്തപുരത്തിൻ്റെ നേർചിത്രമാണ്. 2 നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന കയർ തകഴി കൃതികളിൽ ഏറ്റവും ബൃഹത്തായ നോവൽ. 139 അധ്യായങ്ങളുള്ള ഈ നോവൽ പല തലമുറകളുടെ കഥ പറയുന്നു. മലയാള ഭാഷയെ ലോകസാഹിത്യത്തിൻ്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ സാഹിത്യകാരനാണ് തകഴി. അദ്ദേഹം ഏതാണ്ട് 39ഓളം നോവലുകളും 600-ൽ പരം ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. ഈ നോവലുകളും ചെറുകഥകളും മലയാള സാഹിത്യത്തിൽ വലിയ വ്യത്യസ്തത പുലർത്തുന്നവയാണ് എന്ന് നാം മനസ്സിലാക്കണം. നിത്യജീവിതത്തിൽ താൻ കണ്ടുമുട്ടിയ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളാണ് സാഹിത്യത്തിൽ തകഴി രചിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. സാധാരണക്കാരുടെ ജീവിത വൈഷമ്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സഹാനുഭൂതിയും അതിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ അഭിലാഷവുമാണ് തകഴി എന്ന സാഹിത്യകാരൻ്റെ രചനാ ചോദനകൾ എന്ന് നാം മനസ്സിലാക്കണം. സാഹിത്യത്തിൽ അദ്ദേഹം പുതിയ ചില മാർഗങ്ങൾ വെട്ടി തുറക്കുകയുണ്ടായി. അന്ന് സമകാലിക സാഹിത്യമെന്ന് പറയുന്നത് പണക്കാരെക്കുറിച്ചും രാജാക്കന്മാരെക്കുറിച്ചും പ്രഭുക്കന്മാരെക്കുറിച്ചും മാത്രമായിരുന്നു. മാത്രമല്ല, പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന ശൈലിയിൽ, ഭാഷയിൽ അന്ന് സാഹിത്യ രചന നടത്തിയിരുന്നു. എന്നാൽ തകഴി അതല്ല നിർവഹിച്ചത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സാധാരണക്കാർ അവിടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ അദ്ദേഹം തൻ്റെ കഥകളിൽ, അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ അദ്ദേഹം കൊണ്ടുവന്നു. ചില അഭിമുഖങ്ങളിൽ തകഴി തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിന്, പ്രത്യേകിച്ച് കേരളത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു കഥന രീതി ഉണ്ട്. തകഴിക്കും ഈ കൊച്ചു ഗ്രാമപ്രദേശത്തിനും തകഴിയുടേതായിട്ടുള്ള ഒരു കഥന രീതി, കഥ പറയുന്ന രീതി ഉണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തകഴിയിലെ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാർ അവിടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ അന്യോന്യം സംസാരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ശൈലി, ഒരു ഭാഷ അദ്ദേഹം തൻ്റെ കൃതികളിൽ അവലംബിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദക്ഷിണപൂർവേഷ്യ, അമേരിക്ക, റഷ്യ തുടങ്ങി അനേകം രാജ്യങ്ങളിൽ തകഴി യാത്ര ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ പോയി വന്നതിന് ശേഷം അദ്ദേഹം എഴുതിയ യാത്രാ വിവരണമാണ് അമേരിക്കൻ തിരശീല. തകഴിയുടെ ആദ്യത്തേതും ഒടുവിലത്തേതുമായ യാത്രാ വിവരണ ഗ്രന്ഥമായിരുന്നു അത്. തകഴിയുടെ പ്രധാനപ്പെട്ട എല്ലാ നോവലുകളും ഇന്ത്യൻ ഭാഷകളിലും ലോക ഭാഷകളിലും വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ലോക ഭാഷകളിൽ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ടത് തകഴിയുടേത് ആവാം.
തകഴി സിനിമകളിലെ അനശ്വര ഗാനങ്ങളെല്ലാം രചിച്ചത് വയലാറാണ്. ആ ഗാനങ്ങളെല്ലാം ജനമനസ്സുകളിൽ എല്ലാ കാലവും നിറഞ്ഞു നിൽക്കുന്നു. കല്യാണ പുഞ്ചേല കാണറങ്ങാലോ, കായലിലെ വെള്ളം വറ്റി കട്ടകുത്താലോ, കല്യാണ പുഞ്ചേല കാണറങ്ങാലോ. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. സർവരാജ്യ തൊഴിലാളികളെ ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, മാറിലെ വനമാലയിലെ എൻ്റെ വക്കീൽ ജീവിതം, ഓർമ്മയുടെ തീരങ്ങളിൽ എൻ്റെ ബാല്യകാല കഥ, ആത്മകഥകൾ. മലയാള നോവലിന് ആദ്യത്തെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ചെമ്മീൻ എന്ന കൃതിക്കാണ്. ജവഹർലാൽ നെഹ്റുവാണ് അന്ന് അവാർഡ് നൽകിയത്. ആ വാർത്ത ആകാശവാണിയിലൂടെ മയ്യഴിയുടെ കാലാതിവർത്തിയായ കഥാകാരൻ എം മുകുന്ദൻ കേട്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ പുഴയുടെ കരയിരുന്ന് സംസാരിക്കുമ്പോഴാണ് അവിടെ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അവിടെ ഒരു പബ്ലിക് ലൈബ്രറിയിൽ ഒരു റേഡിയോ ഉണ്ട്. അതിൽ നിന്നൊരു സ്പീക്കർ ഇങ്ങനെ ഈ നമ്മൾ ഈ പാതാർ എന്ന് പറഞ്ഞ അവിടത്തേക്കുണ്ട്, ഒരു തൂണിൻ്റെ മുകളിൽ. അപ്പോൾ അക്കാലത്ത് റേഡിയോയിൽ അപൂർവമായിട്ടുള്ള വസ്തുവാണ്. അപ്പോൾ ആ സ്പീക്കറിൽ കൂടിയായിരുന്നു ഞങ്ങൾ വാർത്തകൾ കേട്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുഴയുടെ കരയിരുന്ന് സംസാരിക്കുമ്പോഴും ഒരു വാർത്ത വന്നു, തകഴി ശിവശങ്കരപ്പുഴയോട് ചെമ്മീന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയെന്ന് കേട്ടോ. അതൊക്കെ അറിയുന്നത് അങ്ങനെ ആ സ്പീക്കറിൽ കൂടെയാണ് കേട്ടോ. മറ്റു വിധത്തിൽ പിന്നെ ടി വി ഒന്നും ഇല്ലല്ലോ, റേഡിയോ വാർത്തകൾ പോലും അപൂർവമാണ്. അങ്ങനെ ആ റേഡിയോയിൽ കൂടിയാണ് തകഴിക്ക് ചെമ്മീനിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. സാഹിത്യ പ്രപഞ്ചത്തിന് ധന്യതയുടെ കാലമായിരുന്നു തകഴിയുടെ രചനാ കാലഘട്ടം. 1940 ശേഷം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മുഖങ്ങളെ, ഭാവങ്ങളെ, അവസ്ഥകളെ ഒട്ടും ചോർന്നു പോകാതെ ഗ്രാമ്യ ശൈലിയുടെ ചൈതന്യത്തോടെ ആവിഷ്കരിച്ച തകഴിക്ക് പുരസ്കാരങ്ങളുടെ പെരുമഴ കൊണ്ട് നാട് ആദരവ് അർപ്പിച്ചു. നേടിയ പുരസ്കാരങ്ങളെല്ലാം തകഴിക്ക് എഴുത്തിൻ്റെ സിംഹാസനത്തിൽ ഇടം കൊടുക്കുന്നവയായി മാറി. 1984 ഇന്ത്യൻ സാഹിത്യത്തിലെ പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠ പുരസ്കാരത്തിന് തകഴി അർഹനായി. 1985 പത്മഭൂഷൺ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. കേരള സർവകലാശാലയും MG സർവകലാശാലയും ഡീലിറ്റ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ചെമ്മീൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്.
ഏണിപ്പടികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കയർ വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് എന്നിങ്ങനെ പുരസ്കാരങ്ങളുടെ നിറസമൃദ്ധിയിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു. ചേറുമണമുള്ള കുട്ടനാടൻ മണ്ണിലെ ഒരു ഗ്രാമീണ കർഷകൻ അക്ഷരങ്ങളെ ചിറകിലേറ്റി അനന്തവിഹായസിലേക്ക് വിജയപൂർവം പറന്നു ഉയരുകയായിരുന്നു. ലോകഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാൻ ചെമ്മീൻ എന്ന കൃതി യുനെസ്കോ തിരഞ്ഞെടുത്തപ്പോൾ മലയാളം ലോകത്തിൻ്റെ നെറുകയോളം ഉയരുകയായിരുന്നു. മലയാള നാടകകൃത്തും നിരൂപകനുമായ കൈനിക്കര കുമാരപിള്ള എന്ന അധ്യാപകനാണ് തകഴിയുടെ കഴിവുകളും അഭിരുചികളും ആദ്യമായി തിരിച്ചറിഞ്ഞത്. കരുവാറ്റ NSS ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണമായ നിർദ്ദേശത്തിന് വഴങ്ങി എഴുതി തുടങ്ങിയ തകഴിയുടെ ആദ്യ കഥ സാധുക്കൾ 1929 പ്രസിദ്ധീകരിച്ചു. താൻ വളർന്നു വന്ന ചുറ്റുപാടുകളും സാധാരണ ജനങ്ങളുമായുള്ള കറകളഞ്ഞ സൗഹൃദവും തകഴിക്ക് വളരാൻ സാഹചര്യമൊരുക്കി. 1931 നിയമപഠനത്തിനായി തിരുവനന്തപുരത്തേക്ക് പോയതാണ് തകഴിയുടെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവ്. തകഴിയെ തകഴിയാക്കി മാറ്റിയതിൽ തിരുവനന്തപുരത്തെ താമസം ഒരു പ്രധാന പങ്കുവഹിച്ചിട്ടു. അവിടെ വെച്ചാണ് അദ്ദേഹം കേസരി A. ബാലകൃഷ്ണപിള്ളയെ കണ്ടെത്തുന്നതും ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്ര വിശകലനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതും. വിശ്വസാഹിത്യത്തിലെ മഹാപ്രതിഭകളായ ടോൾസ്റ്റോയ്, മോപ്പസാങ്, ആന്റൺ ചെഖോവ്, വിക്ടർ ഹ്യൂഗോ എന്നിവരുടെ കൃതികളെ പരിചയപ്പെടുന്നതും. ഇത് തകഴിയുടെ ജീവിതത്തിൽ ചിന്തയുടെ ഗഹനതയിൽ ഏറെ മാറ്റങ്ങൾ വരുത്തിയ സംഭവമായിരുന്നു. പടിഞ്ഞാറൻ എഴുത്തുശൈലിയും ക്ലാസിക്കൽ കൃതികളുടെ പാരായണവും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ തകഴിയെ ഏറെ പരുവപ്പെടുത്താൻ സഹായിച്ചു. നവോത്ഥാന കാലഘട്ടത്തിലുള്ള കഥാവഴിത്തിരിവുകളിൽ വിമർശനാത്മക റിയലിസ്റ്റിക് ശൈലിയിലുള്ള കഥകൾ തകഴി എഴുതി തുടങ്ങി. തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും പ്ലീഡർഷിപ്പ് പരീക്ഷ പാസ്സായി. കുറേക്കാലം കേരള കേസരി പത്രത്തിൽ ജോലി ചെയ്തു. തിരിച്ച് നാട്ടിലേക്ക് വന്ന് അമ്പലപ്പുഴ കോടതിയിൽ 15 വർഷത്തോളം വക്കീലായി സേവനമനുഷ്ഠിച്ചു. വക്കീൽ ജോലി രാജിവെച്ച് മുഴുവൻ സമയ സാഹിത്യ പ്രവർത്തനത്തിൽ മുഴുകി. കേരള സാഹിത്യ അക്കാദമി, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്നിവയുടെ പ്രസിഡന്റായിരുന്നു. തൻ്റെ ആദ്യകാല കഥകളെക്കുറിച്ച് തകഴി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളിലെ നിഗമനങ്ങൾ വെച്ചെഴുതിയ കഥകളും സമൂഹത്തിലെ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ വൈകല്യങ്ങളെക്കുറിച്ച് എഴുതിയ കഥകളും വിമർശന വിധേയമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ജീവിതം വഴിമുട്ടി നിന്ന ഒരു ഘട്ടത്തിൽ എതിർക്കാനുള്ള ഒരു വാസന എനിക്കുണ്ടായി. അങ്ങനെയാണ് അത്തരം കഥകൾ എഴുതി തുടങ്ങിയത്. ചെമ്മീൻ എഴുതാനുണ്ടായ ഒരുക്കങ്ങളെക്കുറിച്ച് നോവലിൻ്റെ ആമുഖത്തിൽ തകഴി ഇങ്ങനെ പറയുന്നു. കാരാപ്പുഴ അറയ്ക്കൽ കുടുംബക്കാരുടെ വകയായിരുന്ന മത്തായി നടത്തിയിരുന്ന ബോട്ട് ഹൗസ് ലോഡ്ജിൽ വെച്ചായിരുന്നു ചെമ്മീൻ എഴുതി തുടങ്ങിയത്. എന്നും ബോട്ട് ഹൗസ് ലോഡ്ജിൽ വന്നിരുന്നവരിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട 2 പേരുകളിൽ ഒന്ന് CJ തോമസ് ആയിരുന്നു. അന്നന്ന് എഴുതിയത് വായിച്ച് ഒരക്ഷരം പോലും പറയാതെ കടന്നുപോയ ആൾ. അങ്ങനെ ചെമ്മീൻ എന്ന നോവൽ ആദ്യമായി വായിച്ചത് CJ തോമസ് ആയിരുന്നു. അന്ന് CJ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലെ കവർ ഡിസൈനർ ആയിരുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ സെയിൽസ് മാനേജരായിരുന്ന DC കിഴക്കേമുറിയാണ് ലോഡ്ജിൽ എഴുതുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നത്. തൻ്റെ ഇന്നോളമുള്ള സാഹിത്യ സംഭാവനകൾക്ക് സാമൂഹ്യ ബോധത്തിൻ്റെതായ എന്തെങ്കിലും ഗുണവിശേഷമുണ്ടെങ്കിൽ അത് താൻ ബോധപൂർവം എഴുതാൻ തുടങ്ങിയ കാലഘട്ടത്തിൻ്റെ സവിശേഷതയും കേസരിയുമായുള്ള സൗഹൃദവും കൊണ്ട് മാത്രമായിരുന്നു എന്ന് തകഴി തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. ജീവിതത്തിലെ എല്ലാം തന്നെ കഥയ്ക്ക് വിഷയമാണ്. പക്ഷേ പറയേണ്ടതുപോലെ പറയണം. മലയാളത്തിൽ റിയലിസ്റ്റിക് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കഥ എന്ന നിലയിൽ 1930 തകഴിയുടെ സാധുക്കൾ എന്ന ചെറുകഥ സർവീസ് എന്ന മാസികയിൽ പ്രസിദ്ധീകരിച്ചു. അതുവരെ തുടർന്നു വന്ന പരമ്പരാഗത കഥയെഴുത്തു രീതിയിൽ നിന്നും വ്യത്യസ്തമായി സാഹിത്യത്തിൽ പുതിയ പ്രവണതകൾ പൊട്ടിമുളച്ചത് ചെറുകഥാ രംഗത്താണ്. 1930 തകഴി, ബഷീർ, പൊൻകുന്നം വർക്കി, കേശവദേവ് എന്നിവരുടെ അരങ്ങേറ്റം
മലയാള ചെറുകഥാ സാഹിത്യത്തിന് ഒരു വഴിത്തിരിവായി. 1930കളിൽ മലയാള ചെറുകഥാ സാഹിത്യത്തിന് പുതിയ ഭാവുകത്വം നൽകിയവർ തന്നെ 40കളിൽ മലയാള സാഹിത്യത്തിന് മഹത്തായ നോവലുകൾ സംഭാവന ചെയ്യുകയുണ്ടായി. നോവലിൻ്റെ വിശാലമായ ക്യാൻവാസിലൂടെ ബഷീറും തകഴിയും ദേവും എല്ലാം നോവലുകളെ തങ്ങളുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള ഭൂമികയാക്കി മാറ്റി. സാമൂഹിക നോവലുകളിലൂടെ കേരള ജനതയിൽ സാമൂഹിക പ്രതിബദ്ധതയും സ്വാതന്ത്ര്യ അഭിനിവേശവും ഉണർത്തി നോവൽ സാഹിത്യ പ്രസ്ഥാനത്തെ ജീവസുറ്റതാക്കാൻ തകഴിയുടെ സംഭാവനകൾക്ക് കഴിഞ്ഞു. തകഴിയുടെ സാഹിത്യ പ്രപഞ്ചം 39 നോവലുകൾ, 500ഓളം കഥകൾ ഉൾപ്പെടുന്ന 20 കഥാസമാഹാരങ്ങൾ, 2 നാടകങ്ങൾ, 1 യാത്രാവിവരണം, 4 ആത്മകഥകൾ. ഗാന്ധിജി, നെഹ്റു, കാറൽ മാക്സ് തുടങ്ങി പ്രശസ്തരായ ഒരുപാട് പേരുടെ ജീവചരിത്ര കുറിപ്പുകൾ അടങ്ങുന്ന കാൽപ്പാടുകൾ എന്ന പുസ്തകവും ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്ന നോവലിൻ്റെ സംഗ്രഹവും തകഴി എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കവിയും നിരൂപകനുമായിരുന്ന അയ്യപ്പ പണിക്കരാണ് ഇതിഹാസകാരൻ്റെ ജീവചരിത്രം എഴുതിയത്. പ്രശസ്തരായ ഒരുപാട് എഴുത്തുകാർ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയും കൃതികളിലൂടെയും കടന്നുപോയി. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരനും ജ്ഞാനപീഠം ജേതാവുമായ MT വാസുദേവൻ നായരായിരുന്നു തകഴിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത്. എഴുത്തിൻ്റെ സിംഹാസനം ഒഴിച്ചുവെച്ച് ആ പ്രതിഭ കടന്നുപോയി. അക്ഷരത്തിൻ്റെ കുലപതിക്ക് പക്ഷേ മരണമില്ല. ആ ഊർജപ്രവാഹം പൊട്ടിയൊഴുകി നിറയുന്നു. കുട്ടനാടൻ വയലേലകളിൽ നിന്ന് കായൽപ്പരപ്പിലൂടെ കടൽത്തിരകൾ അത് ഏറ്റുവാങ്ങുന്നു. വിണ്ണിൻ്റെ മുകിൽ ചാർത്തിലൂടെ പറന്ന് പറന്ന് പെയ്യുന്നു. അക്ഷരമഴയായി നിറയുന്ന ഓരോ മനസ്സിലും കാലം മായ്ക്കാത്ത ചിലതുണ്ട്. നക്ഷത്രശോഭയോടെ അതെന്നും നിലനിൽക്കുന്നു. നിഴൽ പോലെ തകഴിയുടെ ജീവിതത്തെ പിന്തുടർന്ന കാത്ത തകഴി കൃതികൾക്ക് പ്രാണോർജം പകർന്നുകൊടുത്ത ശാന്തമായ, നിശബ്ദമായ, എന്നാൽ അതിശക്തമായ പ്രചോദനമായി എന്നും നിലകൊണ്ടു. തകഴിയുടെ വിടവാങ്ങലിനു ശേഷം തകഴിയുടെ വീട് സാംസ്കാരിക വകുപ്പും പുരാവസ്തു വകുപ്പും ഏറ്റെടുത്ത് മ്യൂസിയമാക്കിയപ്പോഴും 1 രൂപ വാടക നൽകി കാത്തച്ചേച്ചി പ്രിയതമൻ്റെ ഓർമ്മയിൽ അവിടെ തന്നെ താമസിച്ചിരുന്നു. ഈ മണ്ണിൽ നിന്നും തിരികെ നടന്നു പോകും വരെ. ലോകഭൂപടത്തിൽ മലയാളത്തെ അടയാളപ്പെടുത്തിയ വിശ്വസാഹിത്യകാരൻ, കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ, പത്മഭൂഷൺ ഡോക്ടർ തകഴി ശിവശങ്കരപ്പിള്ള. ഒരുപാട് എഴുതാനുണ്ട്. പക്ഷേ എങ്കിലും മനസ്സിൽ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത് സൈന്ധവ സംസ്കാരത്തിൻ്റെ ഒരു കാലഘട്ടത്തെ സാമൂഹ്യ ജീവിതം ആണ് പ്രധാനമായി മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത്.